പെൻസിൽ ഡ്രോയിങ്ങിലോ ചാർക്കോളിലോ നിങ്ങളൊരു ചിത്രം വരച്ച് കഴിയുമ്പോൾ അത് പിന്നീട് ഇങ്ങനെ കൈകൊണ്ടാക്കുമ്പോൾ കയ്യിലൊന്ന് സ്പ്രെഡ് ആവാതെ സ്മഡ്ജ് ആവാതെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ ഒരു സ്പ്രേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫിക്സേറ്റീവ് സ്പ്രേ ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യാന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ സാധാരണ ഒരു പെൻസിൽ ഡ്രോയിങ് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈയൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ കയ്യിലേക്ക് വരും, അതായത് സ്മഡ്ജ് ആയിട്ട് പോകും. ബുക്കിന്റെ ഇടയിലൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ സ്മഡ്ജ് ആയിട്ട് ഈ ഡ്രോയിങ് ആകെ കേടായി പോകും. ഫിക്സേറ്റീവ് സ്പ്രേ അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ ഇതെങ്ങനെ അടിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഓപ്പൺ ചെയ്യുക, നല്ല രീതിയിൽ കുലുക്കുക. എന്നിട്ട് ഇതിൽ ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ട്. 25-30 സെന്റിമീറ്റർ അകലെ വെച്ചിട്ട് സ്പ്രേ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിന്റെ മുകളിൽ സ്പ്രേ ചെയ്തിട്ട് കാണിച്ചു തരാം എന്താ റിസൾട്ട് നമുക്ക് നോക്കാം. നല്ല രീതിയിൽ സ്മെല്ലുണ്ട്, വാർണിഷിന്റെ സ്മെല്ലുണ്ട്. അടിക്കുമ്പോൾ ചെറിയൊരു നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ഗ്ലോസി എഫക്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു മൾട്ടിപ്പിൾ കോട്ട് അടിച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ. നമുക്കിത് ഇനി ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പം ഇങ്ങനെയാണ് ഫിക്സേറ്റീവ് സ്പ്രേ അപ്ലൈ ചെയ്യുക. ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, GSM കൂടുതലുള്ള പേപ്പറിൽ ഈ ഫിക്സേറ്റീവ് സ്പ്രേ അപ്ലൈ ചെയ്യാം. സാധാരണ A4 ഷീറ്റ് ഒക്കെ ആണെങ്കിൽ ആ പേപ്പർ വെറ്റാവും. കാരണം ഇത് സ്പ്രേ അല്ലേ, ലിക്വിഡ് അല്ലേ. ലിക്വിഡ് ആയി കഴിഞ്ഞാൽ പേപ്പർ വെറ്റാവും, പേപ്പർ കേടാവും. അതുപോലെ തന്നെ ഡ്രോയിങ് നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മെയിൻ ഡ്രോയിങ്ങിൽ അപ്ലൈ ചെയ്യാനൊക്കെ മുമ്പ് വേറെ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച സെയിം പേപ്പറിൽ തന്നെ ചെറിയൊരു പീസിൽ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കുക. ഞാനിത് ഐവറി ഷീറ്റിലാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഐവറി ഷീറ്റ് ഒരുവിധം കട്ടിയുണ്ട്, അതുകൊണ്ടാണ് ഇതിന് ഈ പേപ്പറിന് കുഴപ്പമൊന്നും പറ്റാതിരുന്നത്. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. സ്മഡ്ജ് ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രോയിങ്ങിന്റെ മുകളിൽ ഒരു കോട്ടിങ് പോലെ ഈ നമ്മുടെ ഫിക്സേറ്റീവ് സ്പ്രേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്മഡ്ജ് ആവാത്തത്. അപ്പോൾ നിങ്ങളുടെ ഡ്രോയിങ് സ്മഡ്ജ് ആവാതിരിക്കണമെങ്കിൽ ബുക്കിൻ്റെ ഇടയിലൊക്കെ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ സ്മഡ്ജ് ആവാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിക്സേറ്റീവ് സ്പ്രേ യൂസ് ചെയ്യാം. പക്ഷേ പേപ്പറിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അടിക്കണം, അത്രയേ ഉള്ളൂ. സംഭവം കിടുവാണ്. ഒരു ചെറിയ കാര്യമുണ്ട്, നിങ്ങളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പേപ്പറിൽ വെളുത്ത തരികൾ കാണാനുള്ള ചാൻസ് ഉണ്ട്. അത് തികച്ചും നോർമലാണ്. പക്ഷെ നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിച്ചോളൂ. ഇത് യൂസ് ചെയ്തിട്ടുള്ളവർ നിങ്ങൾ ട്രൈ ചെയ്ത നല്ല ബ്രാൻഡിൻ്റെ പേര് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.